നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഈ കഥാഭാഗം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഭീഷ്മർ കാശിരാജാവിൻ്റെ പുത്രിമാരുടെ സ്വയംവര മണ്ഡപത്തിലെത്തിയതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. വൃദ്ധനായ ഭീഷ്മരെ കണ്ടപ്പോൾ രാജകുമാരിമാർ അമ്പരന്നുപോയി. മറ്റു രാജാക്കന്മാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ഒരിക്കലും വിവാഹം കഴിക്കില്ല, അവിവാഹിതനായി തുടരുമെന്ന് പറഞ്ഞ ഭീഷ്മർ കാശി രാജകുമാരിമാരുടെ സ്വയംവര മണ്ഡപത്തിൽ എത്തിയത് എന്തിനാണ് എന്ന് അവർക്ക് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഭീഷ്മർ എണീറ്റ് നിന്ന് അഷ്ടവിവാഹങ്ങളെ പറ്റി ഒരു പ്രസംഗം തന്നെ ആ സ്വയംവര വേദിയിൽ പറഞ്ഞു. എന്നിട്ട് ശ്യാലൻ തുടങ്ങിയ രാജാക്കന്മാരുമായി യുദ്ധം ചെയ്ത് ഈ 3 കന്യകമാരെയും തൻ്റെ രഥത്തിൽ കയറ്റി അദ്ദേഹം ഹസ്തിനപുരിയിലേക്ക് എത്തി. എന്നിട്ട് വിചിത്രവീര്യനുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ തുടങ്ങി. അങ്ങനെ ഒരുക്കങ്ങൾ തുടങ്ങി വിവാഹത്തിന് സമയമാവാറായി എന്ന് മനസ്സിലാക്കിയ ആ 3 രാജകുമാരിമാരിൽ മൂത്തവളായ അംബിക ഭീഷ്മരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സാല്യൻ എന്ന് പറയുന്ന രാജാവുമായി പ്രണയത്തിലാണ്. അദ്ദേഹം എന്നിലും പ്രണയാകുലനാണ്. അതുകൊണ്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണം. എനിക്ക് അദ്ദേഹത്തോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹം. വളരെ കാലമായി ഞാൻ അദ്ദേഹത്തെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ശകല നേരം ആലോചിച്ചിട്ട് ഭീഷ്മർ പറഞ്ഞു, ശരി, എന്നാൽ അംബ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അംബ അവിടുന്ന് തൻ്റെ സഹോദരിമാരോട് യാത്ര പറഞ്ഞ് ശ്യാല രാജാവിൻ്റെ അടുത്തേക്ക് പോയി. ശ്യാലൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പ്രഭു, എന്നെ ഭീഷ്മർ തിരിച്ചയച്ചു. ഞാൻ അങ്ങയിൽ അനുരുക്തയാണെന്നും അങ്ങ് എന്നിൽ അനുരാഗവരനാണെന്നും ഉള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞു. അപ്പോഴെന്നെ പോകാൻ അനുവദിച്ചത്. അങ്ങനെ സ്വീകരിച്ചാലും. അപ്പോൾ സാല്യൻ പറഞ്ഞു, എനിക്കും ചിന്തിക്കേണ്ടതുണ്ട്. അതായത് അന്യപുരുഷൻ പാണിഗ്രഹം ചെയ്തവളെ എനിക്ക് തിരിച്ചു വിവാഹം കഴിക്കാൻ താല്പര്യക്കുറവുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് ഭീഷ്മർ നിന്റെ കരം ഗ്രഹിച്ച് രഥത്തിൽ കയറ്റുന്നത്. അതുകൊണ്ട് നീ മടങ്ങിപ്പോയി ഭീഷ്മരെ തന്നെ വിവാഹം ചെയ്യൂ എന്ന് പറഞ്ഞ് സാല്യൻ അംബയെ തിരിച്ചയച്ചു. അംബയ്ക്ക് ഭീഷ്മരോട് വൈരാഗ്യം തോന്നി, ശത്രുത തോന്നി. അംബ നേരെ വനാന്തരത്തിലേക്കാണ് പോയത്. അംബയുടെ കഥ നമുക്ക് പിന്നീട് ബാക്കി പറയാം. അങ്ങനെ വിചിത്രവീര്യൻ ഈ 2 രാജകുമാരിമാരെയും വിവാഹം കഴിച്ചു. 7 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നു. രാജ്യത്തിന് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം ക്ഷേമത്തോടുകൂടി രാജ്യം ഭരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ക്ഷയം വന്ന് അദ്ദേഹം മരിച്ചു. പുത്രന്മാരും ഉണ്ടായില്ല, അനന്തരാവകാശികളും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ സത്യവതി വളരെ ദുഃഖിതയായി. രാജ്യം ഭരിക്കാൻ അനന്തരാവകാശികൾ വേണ്ടേ? ചിത്രാംഗതൻ നേരത്തെ ഗന്ധർവനുമായി യുദ്ധം ചെയ്ത് മരണമടഞ്ഞു. വിചിത്രവീര്യൻ രോഗം പിടിപെട്ട് മരണമടഞ്ഞു. അപ്പോൾ എന്താ ഇനി ചെയ്യുന്നത്? അവർ ഭീഷ്മരോട് ഈ 2 സ്ത്രീകളെയും സ്വീകരിക്കണമെന്നും അടുത്ത തലമുറ നമുക്കുണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഭീഷ്മർ തൻ്റെ നിബന്ധനയിൽ ഉറച്ചു തന്നെ നിന്നു. ഒരിക്കലും അദ്ദേഹം അതിന് തയ്യാറായില്ല. അങ്ങനെ വന്നപ്പോൾ ഭീഷ്മരോടും മറ്റു മുനിമാരോടുമൊക്കെ ആലോചിച്ച് തൻ്റെ മകനായ വ്യാസനെ സത്യവതി മനസ്സിൽ സ്മരിക്കുകയും പെട്ടെന്ന് തന്നെ വ്യാസൻ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഇപ്പൊ വ്യാസനോട് സത്യവതി തൻ്റെ ആവശ്യം
പറഞ്ഞു. അതായത് തൻ്റെ രാജ്യത്ത് അനന്തരാവകാശികൾ ഇല്ലാതായി പോവും, അതുകൊണ്ട് നിന്റെ അനുജൻ മരിച്ചുപോയി, അവൻ്റെ ഭാര്യമാരെ നീ സ്വീകരിക്കണം എന്നാണ് സത്യവതി ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് വ്യാസന്റെ അടുത്തേക്ക് ആദ്യത്തെ ദിവസം പോയത് അംബികയായിരുന്നു. ഹിമാലയത്തിലൊക്കെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുനിയുടെ കൂടെ ഉറങ്ങാൻ അംബികയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം രാജകുമാരിയായി ജനിച്ച് രാജകുമാരിയായി വളർന്ന് രാജകുമാരിയായി കൊട്ടാരത്തിലെത്തിയ അംബിക രാജ്യാവകാശത്തിന് അനന്തരാവകാശികൾക്ക് വേണ്ടി വളരെ വിഷമത്തോടെ കണ്ണുകൾ അടച്ചു പിടിച്ചു എന്നാണ് പറയുന്നത്. പിടിച്ച് വ്യാസന്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം അംബാലികയാണ് പോയത്. അവൾക്കും അദ്ദേഹത്തോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനടുത്ത ദിവസം അവരുടെ തോഴിയായ ഒരു സ്ത്രീയെയാണ് പറഞ്ഞു വിട്ടത്. അവർ വളരെ ഉത്തമയും ധർമ്മിഷ്ഠയുമായിരുന്ന സ്ത്രീയായിരുന്നു. അവർ സന്തോഷത്തോടുകൂടി വ്യാസനോടൊപ്പം ഉറങ്ങി. അങ്ങനെ 3 പേരും ഗർഭിണികളായി. അംബിക അന്ധനായ ധൃതരാഷ്ട്രരെയും അംബാലിക പീതവർണ്ണനായ പാണ്ഡുവിനെയും ആ തോഴിയെ പ്രസവിച്ചത് നീതിജ്ഞനായ വിതുരരെയുമായിരുന്നു. ഈ 3 പുത്രന്മാരും കൊട്ടാരത്തിൽ സന്തോഷത്തോടെ വളരുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ ശസ്ത്രവിദ്യകളും ധർമ്മനീതികളും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവർ 3 പേരിലും ധർമ്മിഷ്ഠനും ദയാലുവും നല്ല സർവ തന്ത്രങ്ങളും അറിയാവുന്ന ആളായിരുന്നു വിതുരർ. വളരെ കോപം എന്ന് പറയുന്ന ഒരു വികാരം അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്രയും നല്ല സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു വിതുരർ. വിതുരർ കുരുവംശത്തിന് ഒരു നിധി കൂടിയായിരുന്നു. അങ്ങനെ ഈ 3 പുത്രന്മാരും വളർന്നു വന്നു. ധൃതരാഷ്ട്രർ അന്ധനായിരുന്നു. ധൃതരാഷ്ട്രർക്കും വിതുരർ ദാസിയുടെ മകനായതുകൊണ്ട് വിതുരർക്കും രാജ്യാവകാശം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പാണ്ഡുവിനെ രാജാവാക്കി. അങ്ങനെ ഇവര് 3 പേര് യൗവന കാലഘട്ടത്തിലെത്തി. അപ്പോ ഭീഷ്മർ ഇവരുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടത്തി. നമ്മൾ അംബ വനത്തിലേക്ക് തപസ് ചെയ്യുന്നതിന് പോയി എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ തപസ് ചെയ്യുന്നതിന് വനത്തിലേക്ക് പോയ അംബ മഹാഭാരതത്തിലെ ഏറ്റവും ദൗർഭാഗ്യവതിയായ സ്ത്രീയായിരുന്നു. അപ്പൊ അംബ അവിടെ വനത്തിൽ ചെന്ന സമയത്ത് അതുവഴി അവളുടെ മാതാമകനായ ഹോത്രവാഹനൻ വന്നു. അപ്പൊ അദ്ദേഹത്തെ കണ്ട് തൻ്റെ സങ്കടങ്ങളെല്ലാം ഹോത്രവാഹനനോട്, സൃജയൻ എന്ന അദ്ദേഹത്തിന് പേര് കൂടിയുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിന്റെ സങ്കടങ്ങളെല്ലാം ഞാൻ കേട്ടു, ഞാനൊരു കാര്യം ചെയ്യാം, പരശുരാമനോട് ഇതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ പരശുരാമന്റെ ഒരു സന്തക സഹചാരിയായിരുന്ന അകൃതവർണ്ണൻ അവിടെ വന്നു. അപ്പൊ അകൃതവർണ്ണനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതൊക്കെ പരശുരാമനെ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും പരശുരാമനോട് അംബയുടെ ദൗർഭാഗ്യത്തെ പറ്റി വിശദീകരിച്ചു പറഞ്ഞു. അപ്പൊ പരശുരാമൻ പറഞ്ഞു, ഭീഷ്മരെ കൊണ്ട് ഞാൻ അംബയെ സ്വീകരിപ്പിക്കാം, അത് ഞാൻ ഏറ്റു എന്ന് അദ്ദേഹം ഇവർക്ക് ഉറപ്പ് കൊടുത്തു. എന്നിട്ട് പരശുരാമൻ ഭീഷ്മരെ സമീപിച്ചു. എന്നാൽ ഭീഷ്മർ തൻ്റെ ശപഥത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ തയ്യാറായില്ല. പരശുരാമന്റെ വാക്കുകളെ അദ്ദേഹം ഉൾക്കൊണ്ടില്ല, തള്ളിക്കളഞ്ഞു. അപ്പോൾ പരശുരാമനും ഭീഷ്മരുമായി കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. 2 പേരും അതുല്യരാണ്. 2 പേരും സകല ശസ്ത്രവിദ്യകളിലും പ്രഗത്ഭന്മാരാണ്.
ഇവരുടെ രണ്ടുപേരുടെ യുദ്ധം കണ്ട് നാരദരും മറ്റ് ദേവന്മാരും അവിടേക്ക് എത്തി രണ്ടുപേരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഭീഷ്മരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അങ്ങനെ അവര് തുല്യ വിജയികളായിട്ട് മാറി. പരശുരാമന്റെ ശ്രമം പരാജയപ്പെട്ടു. ആ ശ്രമം പരാജയപ്പെട്ടതോടുകൂടി അംബ വീണ്ടും വളരെ സങ്കടത്തിലായി. പരശുരാമനെ കൊണ്ട് കാര്യസാധ്യം നടക്കില്ലെന്ന് മനസ്സിലായ അംബ ആഹാര നീഹാരാദികളെല്ലാം ഉപേക്ഷിച്ച് 6 വർഷം കഠിനമായി തപസ് ചെയ്തു. 1 വർഷം വെള്ളത്തിൽ കിടന്ന് തപസ് ചെയ്തു. അതിനുശേഷം കരിയിലകൾ ഭക്ഷിച്ച് തപസ് ചെയ്തു. ആ സമയത്ത് ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടു. ഭീഷ്മരെ വധിക്കുക എന്നുള്ളത് മാത്രമാണ് തൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് അംബ പറഞ്ഞെങ്കിലും ഒരു കാരണവശാലും അത് സാധ്യമാകില്ല എന്ന് പറഞ്ഞ ഗംഗാദേവി തിരിച്ചുപോയി. അതോടുകൂടി അംബ വളരെ ദുഃഖിതയായി. ഇത്രയും കഠിനമായ തപസ്സുകൾ ചെയ്തിട്ട് പോലും ഭീഷ്മരെ വധിക്കാനുള്ള ഒരു അവസ്ഥ തനിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെ അങ്ങനെ ഒരു വരം തനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ അംബ വളരെ ദുഃഖിതയായി. ഗംഗാദേവി എന്നിട്ട് വീണ്ടും ഒരു ശാപം കൂടെ കൊടുത്തു. നീ അംബ എന്ന് പറയുന്ന ഒരു നദിയായി തീരട്ടെ. അപ്പോ അംബയുടെ ഒരംശം അങ്ങനെ അംബ നദിയായി തീർന്നു. വീണ്ടും അംബ ശക്തമായ തപസ് അനുഷ്ഠിച്ചു. ആ തപസ് അനുഷ്ഠിച്ച സമയത്ത് ശിവൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഭദ്രേ, നീ പാഞ്ചാല രാജവംശത്തിൽ ചിത്രയോധി എന്ന് പറയുന്ന സ്ത്രീയായി ജനിക്കുമെങ്കിലും നീ പുരുഷനായി തീരും. അങ്ങനെ ആ സന്ദർഭത്തിൽ നിനക്ക് ഭീഷ്മരെ വധിക്കാനാവും. വളരെ സന്തുഷ്ടയായ അംബ അഗ്നി കൂട്ടി ഞാൻ ഭീഷ്മരെ വധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ അഗ്നിയിലേക്ക് സ്വയം ചാടി മരിക്കുകയാണ് ചെയ്തത്. അംബ വീണ്ടും ശിഖണ്ണിയായി മാറി ജനിക്കുന്നത് അടുത്ത ജന്മത്തിലാണ്. അപ്പൊ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. എല്ലാവരും ഈ എപ്പിസോഡ് കഥ രസിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.